Dears, welcome back to Organics. +1 മോഡൽ എക്സാമിന് കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 മോഡൽ എക്സാമിന്റെ ചോദ്യമാണ്. ആദ്യത്തേത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണമാണ്. ആദ്യത്തേത് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും 0.0004ൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറുമാണ് അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ഇൻ BCl3. ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. ബോറോണിന് ചുറ്റും എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട് നോക്കിയാൽ മതി. ടോട്ടൽ പെയർ 2 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp, 3 ആണെങ്കിൽ sp2, 4 ആണെങ്കിൽ sp3, 5 ആണെങ്കിൽ sp3d. ഇവിടെ 3 ബോണ്ട് പെയർ ആണ് ബോറോണിന് ചുറ്റുള്ളത്. സോ ഹൈബ്രിഡൈസേഷൻ sp2. നെക്സ്റ്റ് ഈസ് അടുത്ത ചോദ്യം ഇതാണ്. ലൂയിസ് ബേസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ ലൂയിസ് ബേസ് ആയിട്ടുള്ളത് അമോണിയാണ്. NH3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നവർ ബേസും ഇലക്ട്രോൺ പെയറിനെ വാങ്ങുന്നവർ ആസിഡും. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. എസ്റ്റിമേഷൻ ഓഫ് എമൗണ്ട് ഓഫ് സൾഫർ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ. സൾഫറിന്റെ എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര പെർസെന്റേജ് സൾഫർ ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാരിയസ് മെത്തേഡ് ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, കാരിയസ് ട്യൂബ്. അടുത്തത് അറ്റോമിക് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ തന്നിട്ടുണ്ട്. US ആണ്. U അണ്ണാണ്, 1നെ റെപ്രസെന്റ് ചെയ്യുന്നു. അഗെയിൻ അണ്ണാണ്, 1നെ റെപ്രസെന്റ് ചെയ്യുന്നു. S സെറ്റ് ആണ്, 7നെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ അറ്റോമിക് നമ്പർ 117 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, number of moles of solute in 1 liter of solution. 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ടെന്ന് പറയുന്നതാണ് മൊളാരിറ്റി. യെസ്, R ആണ്, മൊളാരിറ്റി ആണ്. ആൻഡ് മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്. അതുകൂടി ഓർക്കുക. The element with outer electronic configuration 3s2 3p3. outer electronic configuration 3s2 3p3 ആണ്. സോ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് p യിലാണ്. ബ്ലോക്ക് p ബ്ലോക്ക് ആണ്. The hybridization of carbon in ethine molecule. അയീൻ ആണ്, ഈത്തൈൻ ട്രിപ്പിൾ ബോണ്ട് ആണ്. കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2 ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp ആണ്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3 ആണ്. സോ ട്രിപ്പിൾ ബോണ്ട് ആണ് ഈത്തൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ sp ഹൈബ്രിഡൈസേഷൻ ആണ്. യെസ്, അപ്പൊ sp ഹൈബ്രിഡൈസേഷൻ. which among the following is a ലൂയിസ് ആസിഡ്? കുറച്ച് മുൻപ് ലൂയിസ് ബേസ് ആണ്, അത് അമോണിയ ഐഡന്റിഫൈ ചെയ്തു. ഇത് ലൂയിസ് ആസിഡ് ആണ്. ഇലക്ട്രോൺ പെയറിനെ വാങ്ങുന്നവരെ ലൂയിസ് ആസിഡുകളാണ്. സെൻട്രൽ ആർത്തിനും എപ്പോഴും 6 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസിന്റെ കുറവുണ്ടാവും സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അപ്പൊ അതായതായിരിക്കും BF3 ആണ്. അറൌണ്ട് ബോറോൺ there are only 6 electrons. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ഇതിൽ ആരാണ് +R ഇഫക്റ്റ് കാണിക്കുന്നതാണ്? OH അല്ലെ. OH ആണ് ഇതിൽ +R ഇഫക്റ്റ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 3d5 4s1 ആണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഏത് ബ്ലോക്കിലാണ്? കൺഫ്യൂഷൻ ആവരുത്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെ കോൺഫിഗറേഷൻ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അവസാന ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്ന D സബ്ഷനിലായിരിക്കും. നെക്സ്റ്റ് അല്ലേ? The number of radial nodes of 4p orbital. 4p orbital എത്ര റേഡിയൽ നോഡ്സ് ഉണ്ട്? n-l-1 ആണ് റേഡിയൽ നോഡ്സ് കാണാൻ ലൊക്കേഷൻ. യെസ്, അപ്പൊ 4 - 1 ആണ്. 4 - 2 ആണ്. 2 ആണ് റേഡിയൽ നോഡുകളുടെ എണ്ണം. ഇത് സ്പീഷീസ് that can act as both conjugate acid അല്ലേ? The species that can form both conjugate acid and കോൺജുഗേറ്റ് ബേസ്. ആർക്കാണ് കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടും കോൺജുഗേറ്റ് ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ്? സോ H2O കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടും കോൺജുഗേറ്റ് ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിക്വിഡ്സ് ഹാവിംഗ് ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ വളരെ വലിയ വ്യത്യാസമുള്ള ആളുകളെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്. അടുത്ത ചോദ്യം ഇതാണ്. എലമെന്ററി ഫോമിൽ ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇപ്പൊ നമ്മൾ Cl2 എടുത്താൽ, N2 എടുത്താൽ, H2 എടുത്താൽ ഒക്കെ അവരുടെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് 0 ആണ്, 0 ആണ് എലമെന്ററി സ്റ്റേറ്റിൽ ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് MnO2. MnO2ന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ ആണ്. ആൻഡ് മാംഗനീസ് ആണ് മെറ്റൽ എന്ന് പറയുന്നത്. മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ വരുന്നത് +4 ആണ്. സോ മാംഗനീസ്, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ ഇടുക, O2 വെളിയിലേക്ക് എഴുതുക. ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് MnO2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളാണ്. The quantum numbers which gives the energy of an electron in an atom. ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എനർജി ലെവലിനെ പറ്റി പറയുന്ന ക്വാണ്ടം നമ്പർ ഏത് എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് മെയിൻ എനർജി ലെവൽ. അടുത്ത ചോദ്യം ഇതാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇതിൽ ആർക്കാണുള്ളത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ളത് ക്ലോറിൻ ആണ്. ഇക്കൂട്ടത്തിൽ Cl ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ സൂപ്പർ ഓക്സൈഡ്. സൂപ്പർ ഓക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1/2 ആണ്. പെറോക്സൈഡുകളിൽ -1 ആണ് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
An example of Lewis acid among the following. വീണ്ടും ക്വസ്റ്റ്യൻ ലൂയിസ് ആസിഡ് ആരാണെന്നുള്ളതാണ്. സെൻട്രൽ ആർത്തിനൊട്ടും 6 ഇലക്ട്രോൺ ഉള്ളത് BF3 ആണ് അല്ലേ? Yes, BF3 is the answer. Next question. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Who discovered proton? അത് ആക്ച്വലി 2 ആൻസർ എഴുതുന്നവർക്ക് മാർക്ക് കൊടുക്കും. ഗോൾസ്റ്റീൻ എഴുതിയാലും റുദർഫോർഡ് എഴുതിയാലും മാർക്ക് സ്കീം അനുസരിച്ച് മാർക്ക് കിട്ടുന്നതായിരിക്കും. യെസ്. hot coffee in a thermoflask. ചൂട് ചായ തെർമോപ്ലാസ്റ്റിൽ വെക്കുക. അത് എന്തൊരു എക്സാമ്പിൾ ആണ്? ഇതാ ഏത് സിസ്റ്റം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോസ്ഡ് ആണോ ഐസൊലേറ്റഡ് ആണോ എന്തിയാ സിസ്റ്റം ഏതാണ് പറയൂ? ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. കാരണം അവിടെ ടെമ്പറേച്ചർ അതിന്റെ എനർജി മാറുന്നില്ല, മാറ്ററും എക്സ്ചേഞ്ച് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, ലിബറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷന്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ. sp ലീനിയർ ആണ്, sp2 ട്രയഗണൽ പ്ലാനാർ ആണെങ്കിൽ sp3 ടെട്രാഹീഡ്രൽ ആണ്. പെറോക്സൈഡുകളിൽ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡുകളിൽ ഓക്സിജൻ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. സൂപ്പർ ഓക്സൈഡുകളിൽ -1/2. അടുത്ത ചോദ്യം. The molecular formula of glucose is C6H12O6. Its empirical formula common term കൊണ്ട് ഡിവൈഡ് ചെയ്യാം. യെസ്, കോമൺ ആയിട്ടുള്ളത് ഇവിടെ 6 ആണ്. അപ്പൊ 6/6 ചെയ്യുമ്പോൾ C1 കിട്ടും. 12/6 ചെയ്യുമ്പോൾ H2 കിട്ടും. 6/6 വരുമ്പോൾ ഓക്സിജൻ 1 കിട്ടും. സോ CH2O ആണ് ഇതിന്റെ എംപിരിക്കൽ ഫോർമുല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of neutron in bromine 3580. Atomic number 35 ആണ്, മാസ് നമ്പർ 80 ആണ്. അപ്പൊ മാസ് നമ്പർ അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ നമ്പർ ഓഫ് ന്യൂട്രോൺ നമുക്ക് കിട്ടും അല്ലെ? അപ്പോ മാസ് നമ്പർ 80 ആണ്, which -35 is equal to 45 ആണ് ന്യൂട്രോണുകളുടെ എണ്ണം. അടുത്ത ചോദ്യം. Write the hybridization of carbon in ethane. Ethane ആണ്. എയിൻ ആണെങ്കിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, കാർബൺ ചുറ്റും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3. ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp. 2 ഡബിൾ ബോണ്ട് വന്നാലും sp ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ഗ്രൂപ്പ് 16 എലമെന്റുകൾ അറിയപ്പെടുന്നത് ചാൽക്കോജനുകൾ എന്നാണ്. ഹാലജനുകൾ ഗ്രൂപ്പ് 17 ആണ്. ആ ഒരു കാര്യം ഓർക്കുക. ചാൽക്കോജൻസ് ആണ് ഗ്രൂപ്പ് 16. അടുത്ത ചോദ്യം. Among H2O, NS3, CO2 and CH4, which of the molecule has least bond angle? ആർക്കായിരിക്കും ബോണ്ട് ആംഗിൾ ഏറ്റവും കുറവ് എന്നുള്ളതാണ്. സെൻട്രൽ ആർത്തും ഇലക്ട്രോൺ പെയർ ലോൺ പെയർ എണ്ണം കൂടിയാൽ ബോണ്ട് ആംഗിൾ കുറയും. ഇവിടെ H2O ബോണ്ട് ആംഗിൾ 104.5 ആണ്. റെഡി അല്ലേ? യെസ്, H2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തന്നിരിക്കുന്നതിൽ ഏതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തതെന്നാണ് ചോദ്യം. ആദ്യത്തേത് വർക്ക് ആണ്. വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. സോ ദ ആൻസർ ഈസ് വർക്ക്, which is a path function. Next question. An acid solution, ഒരു ആസിഡ് ആണെങ്കിൽ pH greater than 7 ആയിക്കോ, less than 7 ആയിക്കോ, equal to 7 ആയിക്കോ? Less than 7 ആയിരിക്കും. ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ 7 ആണ്, ബേസിക് ആണെങ്കിൽ greater than 7 ആണ്. അടുത്ത ചോദ്യം. Which of the following is an extensive property? ഏതാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്? യെസ്, ടെമ്പറേച്ചർ ഇന്റൻസീവ് ആണ്, പ്രഷർ ഇന്റൻസീവ് ആണ്, ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റൻസീവ് ആണ്. എന്നാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. മോളാർ ചേർത്തൊക്കെ ഇന്റൻസീവ് ആയിരിക്കും. മോളാർ വോളിയം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇതൊക്കെ ഇന്റൻസീവ് ആണ്. റെഡി അല്ലേ? ആൻസർ ഇസ് ഹീറ്റ് കപ്പാസിറ്റി. ദ നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് ഓഫ് 3p ഓർബിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു തോന്നുന്നല്ലേ. 3p L-1 ആണ്. 3 -1 ആണ്. അതായത് 1 ആണ് ആൻസർ ആയിട്ട് വരിക. n വാല്യൂ 3 ആണ്, l വാല്യൂ 1 ആണ്. സോ ആൻസർ ഇസ് 1. അടുത്ത ചോദ്യം. Which of the following cannot act as both ബ്രോൺസ്റ്റഡ് ആസിഡും ബേസുമായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കാത്തത് ഏതെന്നാണ്? കുറച്ച് സാധിക്കുന്നതായിരുന്നു നേരത്തെ പറഞ്ഞത്. സാധിക്കാത്തതാണ് ഇവിടെ ചോദിച്ചത്. NH3 NH4 പ്ലസ് എല്ലാത്തിലും വാട്ടർ ആണെങ്കിൽ H2 H+ OH- ആയി മാറുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനും H ലൂസ് ചെയ്യാനും H ഗെയിൻ ചെയ്യാനും പറ്റും. പക്ഷെ ഒന്നും പറ്റാത്ത carbon dioxide. Next answer is carbon dioxide. The type of hydrogen bonding present in orthonitrophenol. Orthonitrophenolil present ആയിരിക്കുന്നത് intramolecular hydrogen bonding ആണ്. തെറ്റിപ്പോരുത്. intra. Okay, അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് CuO. കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. കോപ്പർ +2 ആണ്, ഓക്സിജൻ -2 ആണ്. അപ്പൊ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള 2 റോമൻ ന്യൂമറൽ ബ്രാക്കറ്റിൽ ഇടുക, O വെളിയിൽ എഴുതുക. ഇതാണ് കോപ്പർ ഓക്സൈഡിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണമുണ്ട്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.